മേലെ പടിഞ്ഞാറ് സൂര്യൻ, താഴെ കോടമഞ്ഞ്. രണ്ട് ഭാഗം തേയിലത്തോട്ടങ്ങളുടെ ഇടയിൽ കൂടെ നമ്മുടെ വണ്ടി പോകുന്നു. കോടമഞ്ഞിൽ ആഹാ അന്തസ്. അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ടൂർ ആരംഭിക്കുകയാണ്. കൃത്യം 11 മണിക്ക് നമ്മൾ ടൂർ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. കറക്റ്റ് 11 മണിക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചെക്കന്മാരോടെ ക്രിക്കറ്റ് കളി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ ടൂർ ആരംഭിക്കും. നജീദ് ഇടവണ്ണ വെയിറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ബാക്കി ഫാരിസ്, ബാസി, അതേപോലെ ആഷിഖ്, സിറാജ്ക, അതേപോലെ വൈശാഖ് എല്ലാവരും റെഡിയായി വന്നിരിക്കുന്നു. പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം നെല്ലിയാമ്പതി, പാലക്കാട്. അതിമനോഹരമായ സ്ഥലം, നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങൾ വരില്ലേ ഞങ്ങളുടെ കൂടെ എൻജോയ് ചെയ്യാൻ. അപ്പോൾ നമ്മളിനി നജീദിനെ എടുക്കാൻ പോവാണ്. നജീദ് ഇടവണ്ണ ഉള്ളത്, അവനെടുത്ത് അവിടെ നമുക്ക് ടൂർ ആരംഭിക്കാം. ഓക്കെ, നമ്മൾ പോകുന്ന വണ്ടിയുടെ ഇടതുവശത്തെ ബാക്കത്തെ ടയറത്തെ കാറ്റ് കഴിഞ്ഞാണോ പഞ്ചറാണോ ചെറിയൊരു സംശയമുണ്ട്. അപ്പം നമ്മൾ പമ്പിലേക്ക് പോയി കാറ്റടിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ടയറ് ഏതാണ്? ടയറ് ഇതല്ലേ? ചെന്നൈയാണോ അടിക്കല്? ഇതെല്ലാം അറിയാവോ? കാറ്റ് പോകുന്നുണ്ട്. അത് നേരെ ആക്കിയാ പോരെ. എന്താവുമെന്ന് ഒരു നിലയ്ക്കും പറയാൻ പറ്റില്ല. ഒന്നെങ്കിൽ പഞ്ചർ അല്ലെങ്കിൽ കാറ്റ്. സ്റ്റെപ്പിനി ഉണ്ട്, പക്ഷെ അത് നമ്മൾ മാറ്റണ്ടേ? മാറ്റാൻ ആർക്കും അറിയില്ല. അപ്പോൾ നമ്മൾ കാറ്റടിച്ചു. ഇത് നമുക്ക് നജീദിനെ എടുക്കാൻ പോവാം. വിഷ്ണു ഏതാണ് പേഴ്സണാ? എടാ ഇന്നെ കാണില്ലടാ. അപ്പോൾ നമുക്ക് പോയി നോക്കാം എന്താവുന്നത്. അപ്പോൾ നമ്മൾ പഞ്ചറാണോ അല്ലേ നോക്കാം. അപ്പോ നമ്മൾ പമ്പരം പറഞ്ഞിരിക്കുന്നത് സൂചി പഞ്ചർ ആവാൻ ചിലപ്പോ ഉണ്ടെങ്കിൽ പതിവ് പോലെ ഇപ്രാവശ്യം നമ്മൾ ഇറങ്ങാറാവും വിചാരിച്ചു. അത് 3D മാതിരി തോന്നുട്ടോ. അല്ല, സ്റ്റെപ്പിന് മാറ്റാൻ ആർക്കറിയാം? അത് നമുക്കറിയാം. കൊറേ പണി ഉണ്ടാവും. സ്ക്രൂ അയക്കണത് വെച്ച് അടങ്ങുള്ളൂ. അതൊക്കെ ഇതാണ് ഓരോരുത്തരുടെ ഒരു കുഴപ്പമില്ല. കേബിൾ തന്നെ ഇതല്ല കേബിള്. എടാ 3D ആവട്ടോ. കേബിള് കൈക്കൂടെ പോയി. അതിനൊരു ബില്ലിടല്ലോ. ആഷിക്ക് ഇപ്പോഴേ സ്പീഡ് ഒരു കേബിൾ കൂടി വേണം. ആൾക്കാർക്കൂടെ വണ്ടി വരുന്ന കാണുന്നുണ്ടോ? പിന്നെ റോഡ് തന്നെ കാണുന്നില്ല. അതാ ഈ സമയം പറഞ്ഞാൽ മതി. എതിരെ വണ്ടി വരുമ്പോഴേ പ്രശ്നമുള്ളൂ. അല്ലാത്ത തട്ടും പോലെ പറഞ്ഞോളൂ. എതിരെ വണ്ടി വരുമ്പോഴേ കണ്ണ് കാണാത്തുള്ളൂ. ഇതുവെല്ലാം കാണുന്നുണ്ടോ? പക്ഷേ ഞാൻ കറക്റ്റ് ആണ്. അത് കിട്ടിയാ മതി. എന്റെ മൂഞ്ചി കിട്ടിയാ മതി. ഞാൻ ലേറ്റ് വെച്ചത്. ചെറുക്കന്മാർ ശ്രദ്ധിക്കട്ടെ. അവരെന്തോ അവിടെ ചെയ്തോണ്ടിരിക്കുക. നിങ്ങൾക്ക് ലൈറ്റ് ഇല്ല? അല്ല ജിഷ്ണു, ആ മിക്സർ എടുത്ത് വെച്ചോ. വേറെ പ്രശ്നമുണ്ട്. ഇനി കോപ്പി വേറെ പ്രശ്നമുണ്ട്. ഒരു ടയറില് കാറ്റ് കുറവാണോ സംശയമുണ്ട്.
ആ ടയറ് ഞങ്ങൾ അടിച്ചു. വീൽ ആടുന്നൊക്കെ പറഞ്ഞോ, അതങ്ങനെ തന്നെ അല്ലേ നിക്കുക. ഫുൾ ലഗേജ് ഇത്തന്നെ ഇത് പൊട്ടനെ അല്ലെങ്കിൽ കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് സ്ഥലം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കാശിക്ക് പറയുന്നത് കുട്ട വഴി പോവാന്നാണ്. പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണെന്നും കൂടി പറയുമ്പോ ആ പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണെന്ന് പറയടാ. ഇവിടെ ഇത് പാലക്കാടല്ലേ? ഇത് പാലക്കാടാണ്. മണ്ണാർക്കാട് പാലക്കാടാണോ? അതെ. ആ എന്നാ പറ. മണ്ണാർക്കാട് കഴിഞ്ഞു. ആ മണ്ണാർക്കാട് കഴിഞ്ഞു. ചായ ചേട്ടൻ ചായ റെഡി ആക്കിയിട്ടുണ്ട്. ട്രിപ്പിൾ സ്ട്രോങ് ചായ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ചായ കുടിച്ചു കഴിഞ്ഞു. ആശയ്ക്ക് ബില്ല് പേ ചെയ്യാനുള്ള പരിപാടിയാണ്. ഇല്ല, വളരെ തുച്ഛമായ കാശ്. കാരണം 4 ഡബിൾ ഓംപ്ലേറ്റ് അല്ലേ. സംഭവം ഇത് ഒരു മുടിപ്പിക്കാനുള്ള ഒരു പരിപാടിയാണെന്ന് തോന്നുന്നു. ഫായ്സ് വിട്ടു കൊടുത്തില്ല. ഫായ്സ് മട്ടൻ ബിരിയാണി. അപ്പൊ ഗൈസ് നമ്മൾ നെന്മാറ എത്തി. നെന്മാറയിൽ നമ്മളൊരു ചായ കുടിക്കാൻ വേണ്ടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദേ ഒരു തട്ടുകട. അപ്പൊ നമ്മൾ തട്ടുകടയിലെത്തി. ദേ ജിഷ്ണു നമ്മളെന്തിനാണ് വന്നത്? നമ്മൾ ചായ കുടിക്കാൻ എത്തി ഗൈസ്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ അടുത്തതായി എത്തിയത് നെന്മാറ. നമ്മൾ അടുത്ത ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നെന്മാറ എത്തി ഗൈസ്. ബാക്കിൽ നജീദ് ഉണ്ട്, ഫാരിസ്, ബാസി നല്ല ഉറക്കത്തിലായിരുന്നു. അതുപോലെ നമ്മളെ ഫായിസും. അപ്പോൾ ഫ്രണ്ട്സ് ഇനി വെറും 8 കിലോമീറ്റർ ഉള്ളൂ നമ്മളെ ഡാമിക്ക് എത്താൻ. ബാക്കിൽ ഒരുത്തം വന്ന് നിൽക്കുന്നുണ്ടല്ലേ. അതിലടാ ഇത് നമ്മുടെ ചാനലടാ, ഇത് ഞങ്ങളുടെ ചാനലടാ. അപ്പോൾ ഡാമിക്ക് ഇനി വെറും 8 കിലോമീറ്റർ. ഇവിടെ നേരെ പുറത്താണ് സ്റ്റേഷൻ, പോലീസ് സ്റ്റേഷനിൽ കിടക്കുന്നത്. ആ 100 എപ്പിസോഡിൽ വരുമെന്ന് പറഞ്ഞ ആള് അവനാണ് വൈശാഖ്. നമ്മുടെ ക്യാമറമാനും നമ്മുടെ എല്ലാ ഇതും എഡിറ്റ് വർക്കും ഫുള്ള് ചെയ്യുന്നത് അവനാണ്. ബാസി, നമ്മുടെ രോമാഞ്ചമായ ബാസി. ഇതാണ് നമ്മുടെ നെന്മാറ ചായ. അപ്പോൾ ഇനി നമ്മുടെ നെല്ലിയാമ്പതിയിലേക്ക് എത്താൻ വളരെ തുച്ഛമായ സമയം. അപ്പോൾ നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വണ്ടിയിൽ ഒന്ന് കിടന്ന് ഇവിടെ റൂം എടുക്കുന്നുണ്ട്. റൂമിൽ ജസ്റ്റ് ഒന്ന് സ്റ്റേ ചെയ്തിട്ട് ഒന്ന് ഉറങ്ങിയിട്ട് നാളെ രാവിലെ നമ്മൾ കൃത്യം 7 മണിക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഫ്രണ്ട്സ് പറയാനുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മുടെ നാട്ടിൽ നമ്മുടെ മഞ്ചേരിയിലാണെന്നുണ്ടെങ്കിലും മലപ്പുറത്താണെന്നുണ്ടെങ്കിലും ഈ ടൈമിൽ ഒരു ലോട്ടറി കട തുറന്നിട്ടുണ്ടാവില്ല. കണ്ടോ, ശ്രദ്ധിച്ചോ. കൃത്യം ഇപ്പോൾ സമയം എത്രയായി? സമയം എത്രയാടാ? 3:37. അപ്പോൾ ടൈം ഉള്ളത് 3:37. ഈ ടൈമിൽ നമ്മുടെ നാട്ടിൽ ലോട്ടറി കട തുറന്നിട്ടുണ്ടാവുമോ? നിങ്ങളൊന്ന് മെൻഷൻ ചെയ്യൂ, ഒരു കമൻ്റ് ഇടൂ. അപ്പോൾ ഫ്രണ്ട്സ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അത്ര ഓക്കെ അല്ലായിരുന്നു. കാരണം തലവേദനയും ഓരോ അസുഖങ്ങളും പനിയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അത്ര ഓക്കെ അല്ലായിരുന്നു. അതുകൊണ്ട് കുറേ പ്രേക്ഷകർ സബ്സ്ക്രൈബർ നമ്മളോട് പറഞ്ഞു, എൻ്റെ വീഡിയോ കാണാനായിട്ട് കുറേ സബ്സ്ക്രൈബർ പറഞ്ഞു കഴിഞ്ഞ വീഡിയോയിൽ എത്ര വീഡിയോയിൽ കിട്ടി. അതുകൊണ്ട് ഈ വീഡിയോയിൽ എന്തായാലും വരണമെന്ന് എന്നോട് കുറേ സബ്സ്ക്രൈബർ എന്നോട് ആവശ്യപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ, അപ്പോൾ നമ്മുടെ പ്രേക്ഷകർ എന്നോട് പറഞ്ഞു വീഡിയോയിൽ എന്തായാലും നീ ഉണ്ടാവണമെന്ന്. അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വരാനുള്ള കാരണം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ചെക്ക് പോസ്റ്റ് തുറക്കാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വൈശാഖ് ഇപ്പോൾ എണീറ്റിട്ടുള്ളൂ. സിറാക്ക ഉറങ്ങാണ്, നജീദും ഉറങ്ങാണ്, ബാക്കിൽ ബാസി ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഫായിസാണോ? ഓ സോറിയടാ. ആ അപ്പോൾ നമ്മുടെ ബാസി ആഷിക്കും ആരെ കാണാനില്ല.
ചായ കുടിക്കാൻ പോവാ. അവിടെ ഹോട്ടൽ തുറന്നുണ്ട്. പെട്ടിപ്പേട് തുറന്നുണ്ട്. മോർണിംഗ് വാക്ക്. ഓരോ കുറക്കടാ, ഓരോ കുറഞ്ഞോണ്ടിരിക്ക. നിങ്ങൾ വിചാരിച്ചോ? ഇല്ല, അപ്പൊ തുറക്കണുണ്ടായിരുന്നു. പറവേ ഗൈസ്, നമ്മളിപ്പോ പാലക്കാട് എവിടെയാണ്? പാലക്കാട് എവിടെയാണ്? കേരളത്തിൽ. നമ്മളിപ്പോ ഗൈസ് നെന്മാറയില് ചായക്കടയിലാണ്. വിഷ്ണേട്ടാ അപ്പൊ ഗൈസ് നമ്മളൊരു പുതിയ ചായക്കടയിലേക്ക് എത്തി. ചായ കുടിച്ചോണ്ടിരിക്കാണ്. ഒരു കട്ടൻ, ഒരു കട്ടൻ. ബാസി ഒരു കട്ടൻ എടുത്തു, നജീദ് ഒരു കട്ടൻ എടുത്തു, ആഷിക്കും കട്ടനാണ് എടുത്തത്. പിന്നെ നമ്മളെ സിറാക്കുള്ളത് ചായ, പാൽ ചായ. വൈശാഖും പാൽ ചായ എടുത്തു. എല്ലാവരും പുഴുങ്ങിയ ഓരോരോ മുട്ടകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ ആഷിക്ക് കൊണ്ട് നിരത്തി വെച്ചിരിക്കുന്നു. ഞാൻ കൊണ്ടുവന്ന ഉണ്ണിയപ്പം ചെലവ് കുറയ്ക്കാനുള്ള പരിപാടിയാണ്. അപ്പോഴത്തിന് പായസ് അതാ പായക്കുരമേ കൈ വെച്ചിരിക്കുന്നു. ബാസി പറയാൻ കാത്തിരുന്നു. അപ്പോഴത്തിന് ഒരു പുഴുങ്ങിയ മുട്ട എടുക്കാൻ ബാസി ഇതാ ഊണ്. ഒന്നുകൂടിയോ? അതാണ് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ചായക്കടയിൽ നിന്ന് ഇറങ്ങി വരികയാണ്. ഉണ്ണിയപ്പം എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇപ്പോഴും നമ്മൾ നെന്മാറയിലാണ് ഉള്ളത്. മിക്കവാറും നമ്മൾ ഒരു 7 മണി ആയിട്ടില്ല, ഒരു 6:30 ആയിട്ടുള്ളൂ സമയം. കൃത്യം 7 മണിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ചെക്ക് പോസ്റ്റ് തുറക്കാനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ വണ്ടിയെക്കുറിച്ച് പരിചയപ്പെടുത്താൻ മറന്നുപോയി. ഇതാണ് നമ്മൾ എടുത്ത എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വണ്ടിയാണത്. ഇന്നോവയാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. ഇന്നോവ ക്രിസ്റ്റ ആയിരുന്നു പ്ലാൻ ചെയ്തത്. ഒരു 1-2 കാരണത്താൽ അത് തൽക്കാലം വേറൊരു ഒരു മാസത്തെ റെൻറ്റിന് പോയത് കൊണ്ട് ആ വണ്ടി കിട്ടിയില്ല. ലാസ്റ്റ് ഞങ്ങൾ ഇന്നോവ തന്നെ ആക്കി. നല്ല വണ്ടിയാണ്, കുഴപ്പമൊന്നുമില്ല. പാട്ടും അതേപോലെ AC ഫുള്ള് വർക്കിംഗ് ആണ്. അത്യാവശ്യം നല്ല ഫുള്ളിങ്ങുള്ളൊരു വണ്ടിയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ചെക്ക് പോസ്റ്റിലാണുള്ളത്. ചെക്ക് പോസ്റ്റ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആഷിക്കും വനും അവിടെ നമ്പറും ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ്. അച്ഛനും മോനും വരുന്ന ഒരു വരവ് കണ്ടോ? ഇതാണ് വരവ്. അച്ഛനും മോനും എന്താണ് പാസ് തുടങ്ങിയിട്ടില്ല. അതൊരു ചോദിച്ചിട്ടൊന്നുമില്ല കേട്ടോ, വെറുതെ പറയാനത്. 7 മണിയാവും. തുടങ്ങിയിട്ടില്ല. അവിടെ ചെന്ന് വെറുതെ നോക്കി. അത് 7 മണിക്ക് കൊടുക്കാനൊന്നും ഇവിടുന്ന് അറിഞ്ഞു പോയിണ്ട്. വല്യർത്താനം പറയാം. അയ്യോ സാറൊന്ന് ഇറങ്ങിയിട്ടെന്നാ. അത് തുറക്കുമല്ലോ. വെള്ളത്തിലോട്ട് ഒന്ന് ചാടി നോക്കട്ടെ.
അങ്ങോട്ട് നോക്കിയാ അശിക്ക പാൽപോലുള്ള കോടയാണ്. അതിമനോഹരമായ സ്ഥലം. നമ്മൾ നെല്ലിയാമ്പതി ഇതിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. അതെ ഗായ്സ്, അത് പോത്തുണ്ടി ഡാമായിരുന്നു. ആശിക്കിനൊന്നും പറയാനാക്കിയല്ലോ അല്ലെങ്കിൽ ഇതിനും പറയാൻ അവിടെ നിർത്തിച്ചും പറയണ. കഴിഞ്ഞ വീഡിയോയില് ആ വീഡിയോ കണ്ടില്ലേ? ഞാൻ കണ്ട് അന്നൊക്കെ പറ്റി. എന്റെ ഒറ്റ ഒരു ഫോട്ടോ അതിലില്ല. ലാസ്റ്റ് ഞാൻ ടാറ്റ എന്ന് പറയും. നന്ദി എന്നെ കൊണ്ട് പറയും. എല്ലാതും വീഡിയോയില് ഓല് പറ്റിയാണ്ട് നന്ദി മാത്രം എന്നെ കൊണ്ട് പറഞ്ഞു. പിന്നെ അവിടുന്ന് ഒരു കട്ടൻ ചായ അടിക്കുന്നുണ്ട്, അതുമില്ല. അതാണ് ഈ കോലവുമില്ല. വനം വനം ഓപ്ഷനല്ല. ആട്ടാണ് പോത്തുണ്ടി ഡാമാണ് കേട്ടാ. ഒന്നുകൂടി പറയാതെ ഞാൻ ഫസ്റ്റ് വന്നു ഇവിടെ ഇടിഞ്ഞ സ്ഥലമാണ്. ഞാൻ ഫസ്റ്റ് വന്ന പെരുമായതാണ്. ഒരു പകുതിയോളം മുങ്ങി കിടക്കുന്നതായി ഇറക്കിയത് റോഡില്ലാതെ. പിന്നെ കല്ലൊക്കെ ഇട്ട് പൊന്തിച്ചതാ. മനസ്സിലായോ ഗൈസ്? ആ ഭാഗത്തൊക്കെ നല്ല കോട കയറിയില്ലേ? തണുപ്പ് കയറുന്നില്ല. പറയടാ കോടനെ കുറിച്ച്. തണുപ്പ് കേറുന്നില്ല ഗൈസ്, തണുപ്പ് കേറുന്നില്ല. അത് വെറും നുണ മാത്രമായിരുന്നു. തണുപ്പ് നല്ല കയറുന്നുണ്ട്. അതന്നെയല്ലേ ഓനും പറഞ്ഞേ. പാറ പാറക്കെട്ടുകൾ, വനങ്ങൾ എല്ലാം. പക്ഷേ ഈ ഭാഗത്ത് ഞാൻ ഇരിക്കൂല, ഞാൻ പോകുന്നതാണ്. ഇത് ഫുള്ള് പാറയാണ്. ഒരു കോട കാണിച്ചു കൊടുക്കാനുള്ള അവസരം കിട്ടുന്നില്ല. പുള്ളത്തിൽ കേട്ടോ. അവിടെ കുരങ്ങന്മാരൊന്നും കാണില്ലല്ലോ. എത്തട്ടെ ജിഷ്ണു സാധാരണ കുരങ്ങന്മാരൊക്കെ ഉണ്ടാവാറുണ്ട്. അതിവിടെ കടുവ കടുവ ഞാനാ കണ്ട് ഞാൻ മാത്രം കണ്ട്. മേലെ അതാ ഓടി കയറുന്നു. അത് കാട്ടുപൂച്ചയിടും. എങ്ങനെ ഒന്ന് പിടിച്ച് കയറും. സംഭവം രസല്ലേ? അങ്ങനെ തന്നെ വരുള്ളൂ. എന്റെ ഭാഗം ഞാൻ തന്നെ വരുള്ളൂ. എന്റെ ഭാഗം ഞാൻ തന്നെ വരുള്ളൂ. ഉരുപ്പ പോലും മുടക്കൂല. അപ്പൊ ഫ്രാൻസ് കണ്ടോളൂ, എന്റെ ഭാഗത്ത് ആയിക്കൂടല്ല, എന്റെ ഭാഗത്ത് വെള്ളം, അതിമനോഹരമായ വെള്ളം. ഈ വെള്ളം വേറെ എവിടെ കിട്ടും? ഇത് വേറെ എവിടെയും കിട്ടില്ല. ഇത് നെല്ലിയാമ്പതിയിൽ മാത്രമേ കിട്ടൂ. കയ്യുണ്ടോ? ഇതില്ലാത്തതാണ്, ലിസ്റ്റ് ഇല്ലാത്തതാണ്. അതിന്റെ റൂമിൽ ഇരുന്നാണ്ട് കിടക്കണല്ലേ. ഇത് ഫ്രീ ഹിറ്റ് ആണ്. കമോൺ, നമുക്ക് മേലെ നമ്മൾ വൈബ് എടുക്കുന്നത്. ഓക്കെ ഓക്കെ. അപ്പോൾ അടുത്ത വൈബ് കാത്തിരിക്കുന്നത് മേലെയാണ്. അപ്പോൾ ഇതിലും വലുത് നമുക്ക് കാണാൻ ഉള്ളത് കൊണ്ട് നമ്മൾ കാണിച്ചു തരുന്നു. സിറായിക്ക കാണിച്ചു തരാൻ. ആരെ സൈഡിലെ ഒരു മൃഗത്തെ കാണാൻ നോക്കല്ലേ നമുക്ക്? യെസ്, നടുക്ക് കണ്ടിട്ടുണ്ട് കേട്ടോ. കുരങ്ങനാണ് അപ്പുറത്തായിരിക്കും. ദൈവമേ, ഒരു പൂച്ചെങ്കിലും കണ്ടാൽ മതിയായിരുന്നു. അപ്പോൾ അത് കണ്ടിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി നമ്മളോട് ഒരു മത്സരം പറഞ്ഞിരിക്കുന്നത് ആരാദ്യം ഏത് സൈഡിൽ മൃഗം കാണും. നടുവിൽ കണ്ടാൽ വൈശാഖ്, വൈശാഖിൻ്റെ ആള്. ഇവിടെ കണ്ടാൽ എൻ്റെത്. എൻ്റെ ആളല്ലല്ലോ, അത് ഒരു ഭാഗ്യമാണ്. ഭാഗ്യം. ഒരു കുരങ്ങനെ കൊടുക്കണേ. എന്തോന്ന് പൊത്തി. എന്താണ് മറ്റേ ഉപ്പോ? ഉപ്പും മുളകൊന്നുമല്ല,
നമ്മൾ ഈ കാണുന്ന സീതാർകുണ്ട് കാണാൻ പോണേ ഇതിനെ കുറിച്ച് 2 വാക്ക് പറയാൻ വൈശാഖിനോട് അഭിപ്രായപ്പെട്ടു. എന്താ ഇപ്പൊ അതിനെ കുറിച്ച് കൂടുതൽ വർണ്ണിക്കാനില്ല. അതിമനോഹരമായൊരു അതിമനോഹരമായ സ്ഥലമാണ്. പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. സിറാക്ക വർണ്ണിച്ചത് ഇങ്ങനെ കേട്ട് ഞാൻ ആകെ എക്സ്റ്റേറ്റ്മെന്റിലാണ്. അതല്ല ഞാൻ കുറിച്ചിട്ടുള്ള. അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ അത് കാണാനായിട്ട് പോകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാണ് സംഭവം. സീതക്കും കേശവനും ഒന്നിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ശരിക്കും സീതനെ പിന്നെ അതിൻ്റെ ആത്മാവാണ് ആ പാല ഒരു ഇതില്ലാതെ മരല്ലേ അയ്യോ പോയി കൂടിയത് ആ മരൻ്റെ ഏറ്റവും ടോപ്പിൽ. കേശവൻ്റെ ശവമായതുകൊണ്ട് പത്തായത്ത് സ്വിച്ചും ചെയ്തു. അവിടെയൊക്കെ നമ്മൾ പോകുന്നു പ്രേത ബംഗാവിലേക്ക്. അവിടെ പ്രേതത്തിൻ്റെ ബംഗാവുണ്ട്. ആശിക്കേ ഇത് നമ്മൾ രണ്ടാളും പുറത്തു പോയടാ. റബ്ബർ എന്താ വന്നതെന്ന് ഇതൊരു പ്രൈവറ്റ് ഏരിയ ആണ്. ഈ റബ്ബർ നിൽക്കുന്ന മാത്രം പണ്ടത്തെ ആൾക്കാര് പൈസ ഉള്ള ആൾക്കാരെ അന്ന് കളിച്ചാണ്ട് ഇതൊക്കെ ഫോറസ്റ്റ് ആണ്. ഈ ഒരു സ്ഥലം ഇങ്ങനെ അല്ലേ അത് കുറച്ച് ഏരിയ അയാളെ ഇതുണ്ട്. അയാളെന്തോ അപ്പൊ ഫ്രണ്ട്സ് ഇത് പറഞ്ഞാല് റബ്ബർ തോട്ടാണ്. ഇത് എന്ത് പറഞ്ഞാല് ഫോറസ്റ്റിന്റെ ഉള്ളിലുള്ള ഒരു റബ്ബർ തോട്ടാണ്. ഇതെങ്ങനെയാന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് എന്താ വെട്ടിപ്പിടിച്ചാണ്ട് ഉണ്ടാക്കിയ ഭൂമിയാണിത്. ഇത് മാത്രം കാടിന്റെ ഉള്ളിൽ മാത്രം പ്രൈവറ്റ് ഭൂമിയായിട്ട് നിലകൊള്ളുന്നു. അതാ നമ്മുടെ സൈഡ് ഡാം എത്തിയിരിക്കുന്നു. അതിമനോഹരമായ ഡാം കാണുന്നുണ്ടോ? കാണും. കണ്ടോ മനസ്സിലായോ? ശ്രദ്ധിക്ക് മുദ്രയില് മാറ്റണ്ട്. ഇത്രയും നേരം ഡാം ഈ സൈഡിലായി ഈ സൈഡിലായി. അതാണ് ഞാൻ പറഞ്ഞ 3 മല കറങ്ങിയിട്ടാണ് നമുക്ക് പോകേണ്ടതെന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ ആ ഭാഗത്തേക്ക് ഇങ്ങനെ കാണുന്ന ഞങ്ങൾക്ക് അറിയായിരുന്നു. എത്ര മൃഗങ്ങളുണ്ടോ? രക്തത്തെ തിരിച്ചറിയുന്ന ഇതാണ് ആശിക്കിന്റെ സൈഡിൽ വീണ്ടും ഡാം. മനസ്സിലായോ? ഇത് സത്യം പറഞ്ഞാൽ ഗായ്സ് ഇതൊരു കണ്ണാടിയാണ്. കാരണം ഡാം അവിടെയും കാണിക്കും ഇവിടെയും കാണിക്കും. അതാണ് സംഭവത്തില്. ഇത് ഒറ്റ ഡാമേ ഉള്ളൂ. അബാസി ഫുള്ളുറക്ക. അബാസി വെറുതെ കാണാൻ വെറുതെ നെല്ലിയാമ്പതിയിലേക്ക് പോകുന്നുള്ളൂ. ഫുള്ളുറക്കമാണ് ബാസി. കണ്ണാടി വെച്ച് ഉറങ്ങണേ. റെഡിയാക്കാതെ നമുക്ക് മേലെ പോരാൻ പറ്റില്ല. ഒരു ലൊക്കേഷനിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ട്രക്കിംഗ്. ആ വൈബ് നമുക്കൊന്ന് ആസ്വദിച്ച് നോക്കാം. ക്യാമറമാൻ വൈശാഖിനോടൊപ്പം വിഷ്ണു. വാർത്തകൾ വായിക്കുന്നത് ജിഷ്ണു അല്ലേ? കിളികളുടെ ചിലക്കുന്ന ശബ്ദം എന്റെ ഭാഗത്ത്. കാറ്റത്തെ വേണ്ടവര് ഈ മരത്തമ്മ കയറി എടുത്തോളി. നമ്മളെ മരം തന്നെയാണ് തോട്ടത്തിലുള്ള. കാടന്നാലാണ് അതുകൊണ്ടല്ലേ തേനായത്. മൊത്തം തേനാണ്. കല്ലെറിഞ്ഞിട്ട് വാ എറിഞ്ഞാലോ? ഫ്രണ്ട്സ് ഒന്നുമില്ല. കടന്നൽ കൂടെ ആശിക്കിന്റെ ഭാഗത്ത് അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. അത് അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. അവിടെ കടന്നലും തേനീച്ചൊക്കെ ഒക്കെ തന്നെ ഉണ്ടാവുള്ളൂ.